സമ്മതിക്കില്ല ഞാൻ. ഒന്നും വിട്ടു തരില്ല നിങ്ങൾക്ക് ഞാൻ. എന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ നീ കേട്ടുമാത്രം പരിചയമുള്ളൊരു സ്വഭാവമുണ്ട് എനിക്ക്. ഭീഷണിയാണോ? അതെ, നടത്തുമെന്ന് എനിക്ക് ഉറപ്പുള്ള ഭീഷണി. നിന്നോട് എനിക്ക് സഹതാപമുണ്ട്. പക്ഷേ അതിന്റെ ഒരു അംശമെങ്കിലും ഞാനിവിടെ കാണിച്ചാൽ ഇപ്പൊ നീ എന്നെ തോൽപ്പിക്കും. വാ. ഇവൾക്കെന്നെ മേൽവിലാസം അറിയാം, മുമ്പും ഇപ്പോഴും. അതിനപ്പുറം ഇവൾ പറയുന്ന കഥകളൊന്നും സത്യമല്ല. ഇപ്പൊ ഇവൾ എന്നെ തേടി വന്നത് ഞാവൽത്തൊടിയിലെ സമ്പത്തിന്റെ നേർപകുതി വേണമെന്ന ആവശ്യമായിട്ടാ. എനിക്കുള്ളത് മുഴുവനും ഞാൻ സമ്പാദിച്ചതാ. നിങ്ങളെ ആര് എന്തെങ്കിലും പറഞ്ഞ് ഇവൾ വിശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവളിവിടുന്ന് ഇറങ്ങുന്നതോടെ തിരുത്തിക്കോണം. എന്റെ ജീവിതത്തിൽ മൊഴിയല്ലാതെ വേറൊരു പെണ്ണില്ല. ഇനി നിനക്കിറങ്ങാം. അപ്പൊ ഞാൻ ഇറങ്ങാ. ദേവൻ കരുത്ത് കാണിച്ചു, എന്റെ കരുത്ത് ഞാനും കാണിക്കാം. ഇനിയുള്ള ദിവസങ്ങള് ഒന്ന് ചുവന്ന മഷിയിൽ കുറിച്ചു വെച്ചേക്ക്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ദേവന്റെ പതനമാണ്. ഞാൻ ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഉണ്ടാവും. തനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള വിശ്വാസം വരുന്നത് വരെ. ദേവ, എന്നെ സ്നേഹിക്കാൻ മത്സരിക്കുന്നവർ, ആവശ്യങ്ങൾക്ക് വേണ്ടി മുഴുവനും എന്റെ മുമ്പിൽ കൈ നീട്ടി നിൽക്കുന്നവർ, ഏതോ ഒരുത്തി വന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും അങ്ങ് വിശ്വസിച്ചു. എന്നെ അറിയാത്തവരെന്നെ തെറ്റിദ്ധരിച്ചില്ലല്ല. ചേച്ചിക്കൊരു വാക്ക് പറയാമായിരുന്നില്ലേ? അത് ദേവ, ഞാൻ ഒരുപാട് കരുത്തുണ്ട് ജയന്തന്. പലപ്പോഴും എനിക്കത് ബോധ്യപ്പെട്ടതുവാ. എന്നിട്ടും ഒരു പെണ്ണിനെ തടയാൻ കഴിഞ്ഞില്ല എന്ന് അഭിനയിച്ചു. അവൾക്ക് മുമ്പിൽ ഞാൻ അടിയറ പറയുന്നവരെ കാത്തിരുന്നു. അല്ലടാ അമ്മാവത് അങ്ങനെയല്ല. ഒന്നെനിക്ക് മനസ്സിലായി, ഈ കൂട്ടത്തിൽ ആർക്കും ഞാവൽത്തൊടിയിലെ ദേവനോട് സ്നേഹവും ബഹുമാനവും ഇല്ല. അവർക്കെന്റെ പണം, അത് മാത്രമാണ് ആവശ്യം. എനിക്ക് കാണണ്ട. പോ എന്റെ മുമ്പിൽ എല്ലാവരും. ജയന്തൻ നിൽക്കവിടെ. നേറികെട്ട കളികൾക്കൊരു മടിയില്ലെന്ന് എനിക്കറിയാം. അവളെ കണ്ടെത്തിയതിലോ കൊണ്ടുവന്നതിലോ ഞാവൽത്തൊടിയിൽ കൊണ്ടുവന്നതിനോ എന്തെങ്കിലും ഒരു പങ്ക് ജയന്തനുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ശത്രു എന്നൊരു വാക്ക് മാത്രമേ ഞാൻ കാണുള്ളൂ. അപ്പോ നമുക്ക് നേരിട്ട് മത്സരിക്കാം. ദേവൻ എന്താണെന്ന് നീ അപ്പ തിരിച്ചറിയും. പോ. നിൽക്ക. ഗംഭീരായി. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനല്ലേ? കാലി പിടിച്ചവളോട് പറഞ്ഞോ ഇറങ്ങി പോകുന്നത് പോലെ അഭിനയിക്കാൻ? കഷ്ടം. തെരുവ് ഗുണ്ടകളെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ സ്വന്തം വീട്ടുകാർക്ക് നേരെ. എന്നാലും ഞാവൽത്തൊടിയിലെ ഗൗരവം കുറയില്ല.
എനിക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിലും നിങ്ങൾ എന്തൊക്കെയോ ആണെന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പോ അത് തീർന്നു. നിങ്ങൾ വെറും നീലച്ചായ അടിച്ച കുറുക്കനാ. ഒറ്റ മഴ മതി നിങ്ങളുടെ തനി നിറം വെളിച്ചത്ത് വരാൻ. മായ നിങ്ങളുടെ ശാപമാ. അവള് നിങ്ങളെ കൊണ്ടേ പോകും. ഇത് പൊന്തുന്നുമില്ലേ? എടാ കുമാരേ, കുമാരേ, പറ. മുതലാളിമാരെന്തിനോ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. കാശിന്റെ കണക്കൊക്കെ തീർന്നല്ലോ, പിന്നെന്താണോ? എവിടെയാ ജമാല്? അവിടെ പണിയെടുത്തോണ്ടിരിക്കുക, കുറച്ച് കഴിയും. സാരമില്ല, വർക്ക്ഷോപ്പിൽ പണി അവരുടെ ദൈവമല്ലേ, നടക്കട്ടെ. എന്താ സാറേ? ആരോ ഞങ്ങളുടെ കടം തീർത്തതുകൊണ്ടായിരിക്കും വരാനിത്ര താമസം അല്ലേ? ആരോ തീർത്തതല്ല, ഞാവൽത്തൊടിയിലെ ദേവൻ മുതലാളി തീർത്തത്. ഞാവൽത്തൊടിയിലെ ദേവ മുതലാളി എന്ന് മുതലാടാ നിന്റെ കടം തീർക്കാൻ തുടങ്ങിയത്? ദേവ മുതലാളി നിന്റെ അളിയനടാ? ആണല്ലോ. ഇവന്മാരൊക്കെ ഈ നാട്ടിലെ മൊത്തം പെമ്പിള്ളേരെ സഹോദരിമാരെ സ്വീകരിച്ചവരല്ലേ? ആ കൂട്ടത്തിലൊരുത്തി ഞാവൽത്തൊടിയിലുണ്ടല്ലോ. പഴയ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പോ മുതലാളിമാർ ഏതാണ്ട് പുതിയ തയ്യാറെടുപ്പിലാണല്ലോ. അന്ന് ജമാലിക്ക പിടിച്ചെറുക്കാൻ വരുമ്പോ ഞങ്ങൾക്ക് നിങ്ങളെ പേടിയായിരുന്നു. ഇപ്പൊ അതില്ല. സംഗതി നല്ല കാര്യം. എന്റെ കടം നിങ്ങൾ തീർത്തു. അതിപ്പോ ആര് തന്നു, എങ്ങനെ തന്നു, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ ഞാവൽത്തൊടിയിലെ ദേവ മുതലാളി നിനക്ക് വേണ്ടി എന്റെ കടം വീട്ടിയത് വേറൊരു ഉദ്ദേശത്തിലാ. ഈ വർക്ക്ഷോപ്പ് കതിരേശന്റെ പേരിൽ എഴുതാൻ. അത് ഇതുവരെ സംഭവിച്ചില്ലല്ലോ ജമാലെ. ഈ സ്ഥാപനം ഇപ്പോഴും നിന്റെ പേരില. അത് കതിരേശ സമ്മതിക്കാഞ്ഞിട്ടാ. കതിരേശന് കുഴപ്പമൊന്നടാ. നേരെ നിന്ന 10,000-2,000 രൂപ ഒന്നിച്ച് സമ്പാദിക്കാൻ കഴിവില്ലാത്തവൻ ഇപ്പൊ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നു, കോടികളുടെ കണക്ക് പറയുന്നു. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പെങ്ങന്മാരുടെ ബലമാ. അതിൽ നിന്ന് വിഹിതം പറ്റിയിട്ട് ഞെളിഞ്ഞു നിൽക്കാൻ നിനക്കൊക്കെ നാണമില്ലടാ. നിങ്ങളിപ്പോ ആരെയും ഇങ്ങോട്ട് അയച്ചത്? ഈ കണക്ക് പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? ഒന്നുമില്ല ജമാലെ, ഞങ്ങൾ കാശുള്ള തറവാട്ടുകാർക്ക് ഇടയ്ക്കൊരു കണക്കെടുപ്പുണ്ട്. സാധാരണ ഓഫീസുകളിലെ പോലെ ഓഡിറ്റർ വന്ന് രേഖകൾ പരിശോധിക്കുന്ന കണക്കെടുപ്പൊന്നുമല്ല. ഉച്ചയൂണോ അത്താഴോ ഒക്കെ കഴിഞ്ഞിട്ട് വട്ടം കൂടിയിരിക്കുമ്പോ വെറുതെ ഒരു ചോദ്യം. ഇന്ന് ഞങ്ങൾ അമ്മാവനോട് ഒരു കാര്യം ചോദിച്ചു. ജമാലിന്റെ പണത്തിന്റെ കാര്യത്തിന്റെ നിലപാടെന്താണ്? അപ്പൊ അമ്മാവനാ പറഞ്ഞത് ഇവിടെ വന്ന് അന്വേഷിച്ചു വരാൻ. ദേവ മുതലാളി ഒരിക്കലും അങ്ങനെ പറയില്ല. അത് നിങ്ങളുടെ ധൈര്യം എന്ന് കരുതി പണം തിരിച്ചു കൊടുക്കണ്ടേ ജമാലെ? ഇനിയിപ്പോ ദേവ മുതലാളി പെട്ടെന്ന് അങ്ങ് കയറി ചത്തുപോയെന്ന് കരുത. കണക്കന്വേഷിക്കേണ്ടതാരാ? ഞങ്ങള് തന്നെ. നിങ്ങളൊരു കാര്യം ചെയ്യ്, കൂട്ടി വെച്ചിരിക്കുന്ന കണക്കങ്ങ് പറഞ്ഞാൽ മതി. പണം ഇവരങ്ങ് തന്നോളും. പക്ഷെ അതിന്റെ കണക്ക് തീർക്കുന്നത് നിങ്ങളോടായിരിക്കില്ല, ദേവ മുതലാളിയോട് നേരിട്ടായിരിക്കും. ഓ ആയിക്കോട്ടെ. പക്ഷേ ഞങ്ങളെപ്പോലെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കാണാൻ ദേവ മുതലാളിക്ക് സമയം കാണില്ല. അതുകൊണ്ട് നീയൊന്ന് അവിടെ വന്ന് പറഞ്ഞാ മതി. അവിടെ വന്ന് സദ്യ കൊണ്ടുപോകുന്നപ്പോ അമ്മാവൻ ചിലപ്പോ നിങ്ങളോട് സൗഹൃദം കാണിച്ചിട്ടുണ്ടാവും. പണത്തിന്റെ കാര്യം വന്നപ്പോ ചിന്തിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് ഏത് കാശുകാരന്റെ ഒരു തന്ത്രമാ. അത് കഴിഞ്ഞാ അയാള് തന്നെ ജപ്തി നോട്ടീസിന്റെ താഴെ ഒപ്പിടുന്നത്. നിങ്ങൾക്കിപ്പോ എന്താ പ്രശ്നം? ഞാൻ ദേവ മുതലാളിയുടെ അടുത്ത് വരണം, പണം എന്ന് കൊടുക്കുമെന്ന് പറയണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ വരാം. ജമാലെ, എന്താ പ്രശ്നം? ഓ കതിരേശ, ഇവര് ദേവമുതലയുടെ കാശ് ചോദിക്കാൻ വന്നതാ. ജമാലിനോട് ആരും പണത്തിന്റെ കണക്ക് ചോദിക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കണ? കതിരേശ, ഇത് ആവശ്യമില്ലാത്ത പ്രശ്നമല്ല. അമ്മാവൻ പറഞ്ഞു, ഞങ്ങളിവിടെ വന്നു. ഇവൻ വന്ന് കാര്യം പറയാമെന്ന് ഇവൻ പറയുന്നു, ഞങ്ങൾ സമ്മതിക്കുന്നു, അത്രേ ഉള്ളൂ. ദേവൻ സാറിന് പറയാണ്ടെങ്കിൽ എന്നോട് പറഞ്ഞേനെ. ഒരു കാര്യം ചെയ്യ കതിരേശ, നീ ഞങ്ങളുടെ കൂടെ പോര്. അപ്പോ അമ്മാവൻ സംസാരിക്കുന്നത് നമുക്ക് നേരിട്ട് അറിയാലോ. നീ വാടാ ജമാലെ. ഇവരുടെ വാക്ക് കേട്ട് ദേവൻ സാറ് എന്നോട് പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞെങ്കിൽ അതൊന്നും അറിയണം. ഇതിൽ വിശേഷിച്ച് അറിയാനൊന്നുമില്ല. പൈസയുടെ കണക്കെന്ന് അന്വേഷിക്കാൻ ഞാൻ കഴിഞ്ഞ തവണ നിന്നോട് പറഞ്ഞതാ. അന്ന് നീ ഇത് കേട്ടില്ല. ഇപ്പൊ ഇവരുടെ വരവ് നീ അറിഞ്ഞിട്ടായാലും ശരി, അല്ലെങ്കിൽ ശരി,
ഈ കണക്കതയും നീണ്ടു പോണ്ടാ. നമുക്ക് പോയിട്ട് വരാം. ഞാൻ ഡ്രസ്സിങ് ചെയ്തിട്ട് വരാം. ജമാലെ നീ എന്നെ തെറ്റിദ്ധരിക്കല്ലേ? ആ തെറ്റിദ്ധാരണ ആരുടേതാണെന്ന് അമ്മാവന്റെ മുന്നിൽ എത്തുമ്പോ അറിയാലോ. കുറച്ച് ദൂരല്ലേ ഉള്ളൂ. അവിടെ ഒന്ന് വന്നിട്ട് പറഞ്ഞങ്ങ് തീർക്കാം, അത്രേ ഉള്ളൂ. ഞാനിപ്പോ കൂടെ വരുന്നത് നിങ്ങൾ പറയണതൊന്നും വിശ്വസിച്ചിട്ടല്ല. ദേവൻ സാറ് എന്നെ ചതിക്കില്ല, ഞാൻ ഇവനെയും ചതിക്കില്ല. അത് ഇവനെ ഒന്ന് നേരിട്ട് ബോധ്യപ്പെടുത്താനാ. മതിയടാ, കണ്ണി കണ്ടവന്റെ കാശ് വാങ്ങിച്ചിട്ട് അതിന്റെ പേരിൽ നീയൊക്കെ ദാനധർമ്മം നടത്തിയതിന്റെ കണക്ക് പറയുന്നോടാ. വണ്ടി കയറാ. പോട്ടടാ. ഇതെന്താണ് സംഭവം? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ദേവന്മാരുടെ അടുത്ത് നേരിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവര് പറയുന്നതിൽ വല്ല കാര്യം കാണൂ. ജമാലിക്ക പോയി വരട്ടെ. എന്നാൽ ഇപ്പം നമുക്ക് ധൈര്യമുണ്ടല്ലോ. ചോദിക്കുന്ന കാശ് കൊടുക്കാൻ ഇക്കടി കാശുണ്ടല്ലോ. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം. വാ. എന്നാലും അത്ഭുതം തന്നെ. ഇത്രയും ഭൂകമ്പം ഉണ്ടാക്കി വന്ന പെണ്ണ് ദൈവം വന്ന ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോ ഇറങ്ങിപ്പോയില്ലേ? പിന്നെ അമ്മായി എന്താ കരുതിയേ? ആ പെണ്ണ് അവിടെ തന്നെ നിൽക്കുന്നോ? ഞാനെന്ത് കരുതാനാ? അവിടെ എന്ത് നടന്നാലും എനിക്കെന്താ? എനിക്ക് ഈ കല്യാണം കൊണ്ട് വിശേഷിച്ച് നേട്ടമൊന്നും കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ ആർക്കാ നേട്ടം കിട്ടിയത്? നിന്റെ ഏട്ടന്, അല്ലാതെ ആർക്കാ? ഏട്ടനൊന്നും കിട്ടിയിട്ടില്ല. ഏട്ടനൊന്നും ചോദിച്ചിട്ടുമില്ല. ആ അതവന്റെ മിടുക്ക്. മൊഴിയുടെ കല്യാണം വരെ ഞാൻ കരുതിയിരുന്നതേ അവൻ വീടിന് വേണ്ടി ജീവിച്ച് ചാവാനുള്ള ഒരു പൊട്ടനാണെന്നാ. പക്ഷേ കല്യാണം നടത്തിയെടുത്ത രീതി, അവനെ ഞാൻ സമ്മതിച്ചു. മഹാഭാരതത്തിലെ ശകുനിക്ക് പോലും ഇത്ര കൂർമ്മബുദ്ധി കാണില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി കതിരേശൻ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയെന്ന്. ഞാവൽ തൊടിയുന്ന 5 പൈസ കിട്ടിയ കാര്യം നിങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ. എന്താ കാര്യം? നിങ്ങളുടെ വീടിങ്ങനെ കടല് പോലെ കിടക്കല്ലേ. വെറുതെ എന്തിനാ അതില് കായം കലക്കുന്നേ? അമ്മായി, നീ എന്നെ കൊല്ലാൻ വരല്ലേടി? കിട്ടുന്നത് അവൻ കൂട്ടിവെക്കും. ദേവന്റെ കൈയും കാലും പിടിച്ച് നിങ്ങൾ എങ്ങനെയെങ്കിലും ഇറക്കിവിടും. അത് കഴിയുമ്പോ നിങ്ങൾ നോക്കിക്കോ, ഒരു പെണ്ണും കെട്ടി കതിരേശന്റെ ഒരു വിലസലുണ്ടാവും. ദുഷ്ടത്തരം പറയാതിരിക്കുന്ന അമ്മായി. എന്ത് ദുഷ്ടതരം? ഞാനുള്ള കാര്യം പറഞ്ഞതാ. അവൻ നിങ്ങൾക്ക് വേണ്ടി കൊറേ കഷ്ടപ്പെട്ടു. ഇനി അവനൊന്ന് സുഖിക്കട്ടേടി. ഇനി അതല്ല, മൊഴിയെ പിടിച്ചു കൊടുത്ത പോലെ നിന്നെയും ഏതെങ്കിലും ഒരു കാശുകാരന് പിടിച്ചു കൊടുത്താ അവന്റെ കാര്യങ്ങൾ ഇരട്ടിയാവും. ജനിക്കണെങ്കില് കതിരേശനെ പോലെ ജനിക്കണം. മതി, ഒന്ന് നിർത്തുന്നുണ്ടോ? ഇനി എന്റെ ഏട്ടനെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞ ഞാൻ സഹിക്കില്ല. നീ ആരോടാടി കൈ ചൂടി സംസാരിക്കുന്നേ? അമ്മായിയോട് തന്നെ. എന്റെ ഏട്ടനെ ലാഭവും നഷ്ടമൊന്നും അമ്മായിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിന് ഈ കുരുട്ട് ബുദ്ധിയല്ല വേണ്ടത്, ഇത്തിരി മനുഷ്യത്വം. എന്താ കൊറേ നേരായി ഏട്ടനെ കുറ്റം പറയാൻ തുടങ്ങിയിട്ട്. ഏട്ടൻ പെണ്ണ് കെട്ടി സുഖിക്കാൻ പോവാണത്രേ. അതിനുവേണ്ടി ഞങ്ങളെയൊക്കെ വിറ്റ് പണം കൂട്ടി വെക്കാന്ന്. എന്താ അമ്മയത്? ആരെ കുറിച്ച് എന്തും പറയാന്നാണ് അമ്മയുടെ ധാരണ? നിനക്കിതിൽ പൊള്ളേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരി തന്നെയാ. ഞാവൽത്തൊടിയിലെ ദേവന് അവളെ പിടിച്ചു കൊടുത്തത് പെങ്ങൾക്ക് നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടണമെന്ന് തോന്നിയിട്ടൊന്നും അല്ലല്ലോ. ആങ്ങളയ്ക്ക് നല്ലൊരു പണക്കാരനെ കിട്ടണോന്ന് കരുതിയിട്ട് തന്നെയാ. ഒന്ന് മതിയാക്കമ്മ. നേരം വെളുത്ത് എഴുന്നേറ്റ ഉടനെ ആരെ ദ്രോഹിക്കണമെന്നുള്ള ഈ ആലോചന ഉണ്ടല്ലോ, അതൊന്ന് അവസാനിപ്പിക്കേ. പറയുന്ന വാക്കുകൾ കുറച്ചു കഴിയുമ്പോ തീക്കെട്ട പോലെ വിഴുങ്ങേണ്ടി വരും. എങ്ങ പോയിക്കോ. സാധാരണ അവൾ കുറച്ച് കൂടുതൽ സംസാരിക്കുന്ന പെണ്ണ. സുഖമില്ലാത്ത അമ്മയെ നോക്കുമ്പോ അടക്കം പാലിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. അത് ഇല്ലാതാക്കാൻ ശ്രമിക്കണ്ട.
ശ്യാമേ, നീ അമ്മാവനൊന്ന് വിളിക്ക്. എന്താ ജമാലിക്ക? ഇവര് വരാൻ പറഞ്ഞു. വർക്ക്ഷോപ്പിന്റെ കാര്യം ദേവൻ സാറായിട്ട് സംസാരിക്കാം. ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല. ഇവരുടെ സംശയം തീർത്തു കൊടുക്കാച്ചിട്ട് വന്നതാ. സംശയം വർക്ക്ഷോപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല കതിരേശ. കുറ്റപ്പെടുത്തൽ കൂടി വരുമ്പോ നിരപരാധിത്വം തെളിയിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണല്ലോ. എന്താ എല്ലാവരും? വർക്ക്ഷോപ്പ് ജമാലിന്റെ പേരിൽ നിന്ന് മാറ്റേണ്ട കാര്യമില്ല എന്ന് സാറ് തന്നെയല്ല പറഞ്ഞത്? അതെ. ഇവര് വന്ന് വേറെ എന്തൊക്കെയോ പറയണു. ഇപ്പൊ തന്നെ കണക്ക് തീർക്കുന്നു പറഞ്ഞാ ഞങ്ങളെ കൂട്ടി കൊണ്ടുവന്ന്. എന്താ ഞാൻ എങ്ങനെയാണെന്നെങ്കിലും നിങ്ങളോട് പറഞ്ഞിരുന്നോ? നിങ്ങൾക്ക് കിട്ടാനുള്ള പണം ഞാൻ സെറ്റിൽ ചെയ്തതല്ലേ, പിന്നെ ഇതിന്റെ ആവശ്യം എന്താ? വർക്ക്ഷോപ്പിന്റെ കാര്യം പറഞ്ഞ അഭിമാനബോധത്തിന്റെ പേരിൽ ഇവര് വരുമെന്ന് ഞങ്ങൾക്കറിയാം. അതാ അങ്ങനെ പറഞ്ഞത്. അമ്മാവന് മനസ്സിലാക്കി തരാനുള്ളത് മറ്റൊരു സത്യ. മായ എന്ന പെണ്ണിന്റെ വരവില് ഞങ്ങളാണെന്നുള്ളൊരു സംശയം ഇവിടെ എല്ലാവർക്കും ഉണ്ടല്ലോ. പക്ഷേ ആ വരവിന്റെ പിറകില് ഒരു ചതി ഉണ്ടെന്നുള്ള സത്യ. മായ ഇവിടെ വന്നതിന്റെ പിറകില് പ്രവർത്തിച്ച ഒരാൾ ഈ കൂട്ടത്തിലുണ്ട്. ജമാലെ, നിന്റെ ഉദ്ദേശം എന്തായിരുന്നു? കിട്ടുന്നത് വീതം വെച്ച എത്രയായിരുന്നു നിന്റെ പങ്ക്? എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ കുറിച്ച് അനാവശ്യം പറയാന്ന് ധരിക്കണ്ട. പ്രതികരിക്കുന്നത് മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് മതി. ഇവിടെ വന്ന മായയെ എനിക്കറിയില്ല, ശ്യാമിനറിയില്ല, ഈ നാട്ടിൽ ആർക്കും അറിയില്ല. പക്ഷേ ജമാലിന് അവളെ നന്നായിട്ട് അറിയാം. അല്ലേ ജമാലെ? പറഞ്ഞു കൊടുക്കടാ. നിന്റെ വർക്ക്ഷോപ്പിൽ അവൾ വന്നിട്ടുണ്ട്, നിന്നെ കണ്ടിട്ടുണ്ട്. സത്യമില്ലടാ. അതിനുശേഷമല്ല അവൾ ഇങ്ങോട്ട് വരാനുള്ള തീരുമാനം എടുത്ത്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. മായയെ നീ അറിയുമായിരുന്നു. ജമാലെ, തനിക്കറിയോ അവളെ? പറ. അറിയാം. ഗൾഫിലുള്ള എന്റെ അനിയന്റെ കാര്യത്തിന് എനിക്ക് അവരെ കാണേണ്ടി വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞ ഗൾഫിൽ ജയിലിൽ കിടക്കുന്ന നിന്റെ അനുജനു വേണ്ടി. സാധാരണ ഇന്ത്യൻ പൗരന്മാർ അപകടത്തിൽപ്പെട്ടാൽ വിദേശകാര്യമന്ത്രി ഇടപെടും. ഇത് ഇടപെട്ടതും മോചിപ്പിക്കാൻ ശ്രമിച്ചതും ഒക്കെ ഒരു പെണ്ണ്, അതും അമ്മാവന് ശത്രുതയുള്ളൊരു പെണ്ണ്. സർ, അവരെ കുറിച്ച് എനിക്ക് മറ്റൊന്നും അറിയില്ലായിരുന്നു. മതിയടാ. ഞാവൽ തൊടിയിൽ സമ്പത്തിന് അവൾ വിലവേശുമ്പോ നിന്റെ വിഹിതം അവൾ ചോദിച്ച കൂട്ടത്തിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അല്ല, ഇനി ആർക്കെങ്കിലും തെളിവ് ആവശ്യമുണ്ടോ? കതിരേശ, ഉറ്റ സുഹൃത്തിന് മനസ്സിലായല്ലോ നിനക്ക്. നിന്നോട് വൈരാഗ്യമുള്ള നിന്റെ പെങ്ങള് നിന്നേക്കാൾ ഇഷ്ടപ്പെടുന്നതും വിശ്വസിക്കുന്നതും ഒക്കെ ഇവന്മാരെയാ. അതിനുള്ള കൂലി ജമാല് കൊടുക്കണ്ടേ? ഇനി ഇത്രയും പോരെങ്കിൽ കതിരേശൻ നെഞ്ചത്ത് കിട്ടിയൊരു കാര്യം പറയാം. നിന്റെ വീട്ടിലുള്ള ലില്ലി അന്വേഷിച്ച് കുറച്ച് തമിഴന്മാർ വന്നില്ലേ, നിന്നെ തല്ലിച്ചതച്ചവര്? അവരുടെ വരവിന്റെ പിന്നിലും മായ തന്നെ. ഇനി അതിന് തെളിവ് വേണമെങ്കിൽ അതും ഹാജരാക്കി തരാം. മായയും അവരും തമ്മിൽ കണ്ടുമുട്ടിയതിനും സംസാരിച്ചതിനും ഒക്കെ ദൃക്സാക്ഷികളുണ്ട്. ഞങ്ങൾക്ക് അമ്മാവനോട് ദേഷ്യമുണ്ടെന്നുള്ള ഒരൊറ്റ കാരണത്തില് നീ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങി. സർ, ഇവരീ പറയുന്ന ഒന്നും സത്യമല്ല. നീയെങ്കിലും എന്നൊന്ന് മനസ്സിലാക്ക്. ജമാലെ, അമ്മാവനും ഞങ്ങളും തമ്മിലുള്ള വൈരാഗ്യം നിനക്കൊരു ഏണിയായിരുന്നു ഈ കുടുംബത്തിലേക്ക് കയറാൻ. എന്ത് ചെയ്താലും അമ്മാവൻ ഞങ്ങളെ സംശയിക്കുന്നു നിനക്കറിയായിരുന്നു. മനസ്സറിഞ്ഞ് ചെയ്തതാണെങ്കിൽ അത് ചെയ്തു എന്ന് തന്നെ വിളിച്ചു പറയും ഈ കടമ്പനാട്ട് ജയന്തൻ. ഇത് തെളിയിക്കണമെന്നുള്ള വാശി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അമ്മാവ. ഇനി ഇവനെ ഞങ്ങൾ തല്ലാനും കൊല്ലാനും നോക്കുന്നില്ല. ഇവിടെ നിൽക്കുന്ന മറ്റാർക്കെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ അത് അവര് ചെയ്തോളും. എന്ത് പറഞ്ഞാലും നീ ബുദ്ധിമാനാടാ. ഞാവൽ തൊടിയിലെ ബന്ധം കൊണ്ട് കതിരേശൻ വലിയവനായി പോകുമോ എന്ന് പേടിച്ചപ്പോ നീ കണ്ടുപിടിച്ച സൂത്രം. ഒരിടത്ത് കതിരേശന്റെ ജീവന് വില പറയുക, മറുവശത്ത് അമ്മാവന്റെ സ്വത്തിന് വില പറയുക. എങ്ങനെ നോക്കിയാലും ലാഭം. ഇനിയും ഇവനെ ചുമന്ന് നടക്കണോ കതിരേശ? വിളിച്ചു വരുത്തി വിരുന്നൂട്ടുന്നവരും അനുഭവിക്കണം. ഞങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്കുള്ള മറുപടി ഇവനാ. ഇതെങ്കിലും തിരിച്ചറിയാനുള്ള ബോധം ഉണ്ടെങ്കിൽ ചെയ്ത് കാണിക്കേ. രക്തബന്ധത്തെക്കാൾ ചിലർ അമ്മാവൻ വിശ്വസിച്ചു, അതിനുള്ള കൂലിയും കിട്ടി. സർ, അവരെ എനിക്ക് വേണ്ട ജമാലെ, തൽക്കാലം ഞാൻ തന്നെ വിസ്തരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. താൻ തെളിവ് നിരത്തേണ്ട കാര്യവുമില്ല. മായ എന്നെ നോവിക്കുന്നൊരു ആയുധമാണ്. അതുപയോഗിച്ചത് ആരായാലും അവർക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. എന്നോട് തെറ്റ് ചെയ്താലും മറ്റു ചിലർ ഓർക്കണമായിരുന്നു. ജമാലെ, സത്യം പറ.
വർക്ക്ഷോപ്പിന് വില കൊടുക്കാൻ തയ്യാറാണെന്ന് നീ എന്നോട് പറഞ്ഞപ്പം നിനക്ക് ആ പണം ഇവിടുന്ന് കിട്ടിയെന്ന് എനിക്ക് സംശയം തോന്നിയിരുന്നു. അത് ഈ പണായിരുന്നോ? എത്ര കിട്ടിയടാ നിനക്ക്? പറയടാ, പറ. ഇവളുടെ മുന്നിൽ എനിക്കൊരു വിലയില്ലാത്തപ്പോഴും നിനക്കതുണ്ടായിരുന്നു. എന്നെക്കാളും ഇവള് വിശ്വസിച്ചില്ലടാ നിങ്ങളെ. എന്നിട്ട് ചതിക്കാൻ എങ്ങനെടാ തോന്നിയത്? പറഞ്ഞു കൊടുക്ക് ഇവൾക്ക്. കതിരേശ, ഒന്നും ചെയ്തത് ഞാനല്ല, എനിക്കൊന്നിലും പങ്കില്ല. മതിയടാ. എന്നെ തല്ലിക്കാനും കൊല്ലിക്കാനും ഒക്കെ ശ്രമിച്ചത് ഞാൻ മറക്കും, പൊറുക്കും. പക്ഷേ ഇവളുടെ ജീവിതത്തിന് വിലടണ്ടായിരുന്നു. അതിന്റെ പേരിലല്ല എന്നെ കുറ്റം പറഞ്ഞിരുന്നത്. മൊഴി, നീയെങ്കിലും. ഞാൻ വിശ്വസിക്കാം അനുജനെ ജയിലിൽ നിന്ന് ഇറക്കാൻ സഹായിച്ചത് അവരാണെന്ന്. ജമാലിക്കയ്ക്ക് മറ്റൊരു ബന്ധവുമില്ല. അങ്ങനെയൊക്കെ വിശ്വസിക്കാം. എന്നിട്ടെന്തേ ആ പെണ്ണിന്റെ ജീവന് തന്നെ വില പറഞ്ഞിട്ടും ഒരു തവണ വന്ന് പറയാതിരുന്നത്? മൊഴി, ജമാലിക്ക കൂടി ബാക്കിയുണ്ടായിരുന്നു എന്നെ ചതിക്കാൻ. നീ പോയില്ലടാ. ഇറങ്ങാൻ നിനക്ക്. മായ ഇനിയും തിരിച്ചു വരും. കണക്ക് ചോദിക്കുകയും ചെയ്യും. നിനക്കുള്ള വിഹിതവും കിട്ടും. എനിക്കിതൊക്കെ ഒന്ന് തെളിയിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പൊതുസ്ഥലത്ത് വെച്ച് അവളെ കാണുമ്പോഴും കരാർ ഉറപ്പിക്കുമ്പോഴും നീ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇറങ്ങിപ്പോടാ.